നാം എല്ലാവരും പുതുമയെ ഇഷ്ടപ്പെടുന്നവരാ. പുതിയ വസ്ത്രമാകട്ടെ, പുതിയ ഫോണാകട്ടെ, കാറാകട്ടെ, ഭവനമാകട്ടെ, പുതുമയോട് നമുക്കൊരു താല്പര്യമുണ്ട്. എന്നാൽ നാം നമ്മെ തന്നെ ഒന്ന് പുതിയതാക്കുവാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? അതെങ്ങനെ സാധിക്കുമെന്നല്ലേ? യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയും പുതിയ സൃഷ്ടിയാ. ദൈനംദിന ജീവിതത്തിൽ ജീവശ്വാസം എന്ന പോലെ ദൈവാത്മാവിന്റെ നടത്തിപ്പ്, നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴാണ് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവിക നന്മകൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നത്. അത് ആത്മീക മേഖലകളിലാണെങ്കിലും ഭൗതിക മേഖലകളിലാണെങ്കിലും നാം ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടത്തക്ക വിധത്തിൽ ആയിത്തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഒരാളുടെയും ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വരുന്നവനല്ല ദൈവം നമുക്ക് തന്നെ ചോയ്സ് തന്നിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കണമോ, അതോ ദൈവത്തോടൊപ്പം ഒരു വിജയകരമായ ജീവിതം നയിക്കണമോ? പല സമയങ്ങളിലും നാം പറയാറുള്ളത്, ഞാനൊരു പച്ച മനുഷ്യനാ, എന്നെ കൊണ്ട് ഇതിനൊന്നും കഴിയുകയില്ല എന്ന്. പ്രിയ ദൈവത്തിലെ, നമ്മുടെ കഴിവുകേടും നമ്മുടെ കഴിവും എല്ലാം അറിഞ്ഞിട്ടും നമ്മെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന യേശുവിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. എനിക്ക് യേശുവിനെ കൂടാതെ ഇപ്പോൾ ഉള്ളതുപോലെ പോയാൽ മതി എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പറയുന്നെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മുടെ പ്രയത്നം കൊണ്ട് നമുക്ക് നേടിയെടുക്കുവാൻ കഴിയും. എന്നാൽ നമ്മുടെ പ്രയത്നം കൊണ്ട് നേടിയെടുക്കുവാൻ കഴിയാത്തത് പലതുമുണ്ട് എന്ന് നമ്മുടെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിലാകും നമുക്ക് മനസ്സിലാകുക. പല സമയങ്ങളിലും ഞാൻ നേടി എന്ന് അഭിമാനത്തോടെ പറയുന്നതിന് പലതിനും നമ്മെ സഹായിപ്പാൻ കഴിയാത്ത സമയം കടന്നു വരും. എന്നാൽ യേശുവിനോട് ചേർന്നുള്ള യാത്രയിൽ ഇഹലോകത്ത് വിജയകരമായൊരു ജീവിതം നയിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കും മാത്രമല്ല, നിത്യതയിലേക്ക് ദൈവം നിങ്ങളെ ഒരുക്കുകയും ചെയ്യും. നാം നമ്മുടെ കഴിവിൽ ആശ്രയിക്കുന്ന പരിപാടിയൊന്ന് നിർത്തി ദൈവത്തിൽ ആശ്രയിപ്പാൻ തുടങ്ങുന്നെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിന് നാം ചെവി കൊടുക്കുന്നെങ്കിൽ, തീർച്ചയായും ദൈവത്തിന്റെ ശബ്ദം നാം കേൾക്കും. ദൈവാത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കും. നാം ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കേണ്ടുന്നതിന്റെ ആവശ്യകത വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലത്രേ പകർന്നു വെക്കേണ്ടത് എന്ന ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ അർത്ഥം, പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകർന്നാൽ പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിച്ച് ഒഴുകിപ്പോകും, തുരുത്തിയും നശിക്കും. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിക്കായി ഒരു ദാഹത്തോടെ നാം ആയിരിക്കുന്നെങ്കിൽ, ഇന്നെന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിന് ഓർമ്മിപ്പിക്കുവാനുള്ളത്, ദൈവശബ്ദത്തിനായി, ദൈവ സാന്നിധ്യത്തിനായി നാം നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറം പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് നാം ഒന്ന് ഉറക്കേണ്ടത് ആവശ്യമാണ്. നാം നഷ്ടപ്പെട്ടു പോകുവാൻ, നാം നശിച്ചു പോകുവാൻ ഈ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമ്മിലൂടെ ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ നാം ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിലൂടെ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ കരത്തിലെ ഒരു നല്ല മാനപാത്രമായി മാറ്റപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവം നിങ്ങളെ പണിയും. ദൈവത്തിന്റെ കരത്തിലെ ഒരു മാനപാത്രമായി തന്നെ നിങ്ങൾ മാറ്റപ്പെടും. ഇന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങളെ നോക്കി പിറുപിറുക്കുന്ന പരിപാടി ഒന്ന് മാറ്റിവെച്ച്, ഇന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ കാണുമെന്ന വിശ്വാസത്തോടെ മുന്നേറുവാൻ ഇന്ന് ദൈവാത്മാവിനാൽ ഞാൻ ആലോചന അറിയിക്കുകയാണ്. പ്രതിസന്ധി കണ്ട് പിൻപോട്ടു പോകുന്ന പലരെയും നാം കണ്ടിട്ടുണ്ട്. പ്രതിസന്ധിയുടെ നടുവിൽ പിടിച്ചു നിൽക്കുന്ന പലരെയും നാം കണ്ടിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ദൈവത്തോട് ചേർന്നുള്ള യാത്രയാണെങ്കിൽ പ്രതിസന്ധിയെ കണ്ട് പുറകോട്ട് പോകുകയല്ല, പ്രതിസന്ധിയുടെ മുമ്പാകെ പിടിച്ചു നിൽക്കുകയല്ല, പ്രതിസന്ധിയെ ഓവർകം ചെയ്യുവാനുള്ള ദൈവശക്തി നിങ്ങൾ പ്രാപിക്കുക തന്നെ ചെയ്യും. വിട്ടിട്ട് പോകുന്നതിനെയും അവിടെ ഉണ്ടായിരുന്നതിനെയും ഓർത്ത് നിലവിളിക്കാതെ, ഇന്ന് ദൈവം നടത്തുന്ന വഴികളിൽ ശ്രദ്ധ വെച്ച് ദൈവത്തോട് ചേർന്ന് നടക്കുന്നെങ്കിൽ, ഒരു സാധ്യതയുമില്ലാത്ത മേഖലകളിലും ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണും. ദൈവം പറയുന്ന കാര്യങ്ങൾ ഭോഷത്വമാണെന്ന് തോന്നിയേക്കാം, എങ്കിലും ദൈവം പറയുന്നത് അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ, നിന്റെ ജീവിതയാത്രയിൽ നിന്നെ തടയുന്ന എരിഹോ കോട്ടകൾ സമഭൂമിയാകുന്നത് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അവൻ പാറയിൽ നിന്ന് വെള്ളത്തെ പുറപ്പെടുവിക്കുന്നവനാ. സാധ്യതകളെ നോക്കി ഇനി പിറുപിറുക്കണ്ട. ദൈവത്തിന്റെ കരത്തിലെ ഒരു മാനപാത്രമായി മാറ്റപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്ക്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. നമ്മുടെ സ്വഭാവം അറിഞ്ഞ്, നമ്മുടെ കുറവുകൾ കണ്ട്, നമ്മുടെ കഴിവില്ലായ്മയെ അറിഞ്ഞ് നമ്മെ സ്നേഹിക്കുന്ന യേശുവിന്റെ
കർത്താവിൻ്റെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥന്റെ പ്രവൃത്തിക്കായി നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ വേറൊരാളോട് പോയി ആലോചന ചോദിക്കേണ്ടി വരികയില്ല. ആ ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. ഈ ദിവസങ്ങളിൽ നമ്മുടെ ചിന്തകളെ, നമ്മുടെ പ്രവൃത്തിയെ, നമ്മുടെ സംസാരത്തെ കയറൂരി വിടാതെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന് ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ പ്രിയ ദൈവപൈതലേ, നിങ്ങൾ പറയുന്നത് സംഭവിക്കാൻ പോകുകയാണ്. യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ ഇരിക്കുന്നെങ്കിൽ, നിങ്ങളിൽ പ്രവർത്തിക്കുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ പുറത്തു വരും. ഒരു ശക്തിക്കും നിങ്ങളെ തടയുവാൻ, നിങ്ങളെ തകർക്കുവാൻ കഴിയുകയില്ല. കൂടെ നിൽക്കുമെന്ന് വിചാരിച്ച, കൂടെ ഉണ്ടാകേണ്ടവർ, കൂടെ നിൽക്കേണ്ടവർ, ശിഷ്യന്മാർ, അവർ യേശുവിനെ വിട്ടിട്ട് ഓടിപ്പോയി. എങ്കിലും ദൈവത്തിന്റെ ആത്മാവ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുവിനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ, അതേ ദൈവാത്മാവിനാൽ നിറയപ്പെടുന്ന പ്രിയ ദൈവപൈതലേ, നിങ്ങൾ പുറത്തു വരും. ഒരു റോമൻ ഇമ്പീരിയൽ മുദ്രയ്ക്കും നിങ്ങളെ തടയുവാൻ കഴിയുകയില്ല. കാരണം നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ ആത്മാവ്. അതുവഴിയും ഇതുവഴിയും പോകുന്നവർ പറയുന്നത് കേട്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട. യേശുവിന്റെ മുമ്പാകെ കടന്നു വന്ന യേശുവിന്റെ ശബ്ദത്തിനായി കാതോർക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കും. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിക്കായി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങൾ തരുന്നു. ഒരു പുതുജീവൻ ഈ ദൈവജനത്തിൽ വ്യാപരിക്കട്ടെ. ദൈവാത്മാവിന്റെ പ്രവൃത്തി ദിവസങ്ങളിൽ ദൈവജനം കാണട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. സകല മാനമഹത്വം അങ്ങേക്ക്, സകല നസറേനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ദൈവാത്മാവിനാൽ പുതിയതാകുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന നിങ്ങളിലൂടെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ പോകുകയാണ്. ധൈര്യമായിരിക്കണം. നിങ്ങൾ ഒറ്റയ്ക്കല്ല. കരം പിടിച്ച് യേശു ഉണ്ട് നിങ്ങളുടെ കൂടെ. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ blessed.